അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണ്? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ എന്താണ്? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമുക്കൊന്ന് പേരിടണം. നമുക്കറിയാം, നമ്മളൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് പേരിടാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലെ എന്ത് വേണം? കോമ്പൗണ്ട്സിന് ഒന്ന് പേരിടണം. അപ്പോൾ ആ പേരിടൽ ചടങ്ങിലേക്ക് നമുക്ക് പോകാം. അതിന് കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. നമ്മളിടുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള പേരൊന്നും ഇടാൻ പറ്റില്ല. അതിന് IUPAC കുറച്ച് റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതിന് നമ്മുടെ IUPAC. നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് IUPAC എന്നല്ലേ? അപ്പോൾ IUPAC എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അപ്പം ഈ കെമിസ്ട്രിയുടെ വത്തിക്കാനെന്നോ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ അപ്പോസ്തലന്മാരെന്നോ ഒക്കെ നമുക്ക് ആരെ പറയാം? IUPAC കുറിച്ച് പറയാം അല്ലേ? അപ്പോൾ IUPAC ആണ് കെമിസ്ട്രിയുടെ സംബന്ധമായ എല്ലാ ഫൈനൽ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് കുറച്ച് റൂൾസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ റൂൾസ് വെച്ചാണ് നമ്മൾ ഓരോ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പേരിടുന്നത്. അപ്പം ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേര് കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രിഫിക്സ് ഉണ്ടാവും. എന്തായിരിക്കും പ്രിഫിക്സ്? പ്രിഫിക്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഒരു വേർഡ് റൂട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്നും പറയും. വേർഡ് റൂട്ട് ഉണ്ടാവും. വേർഡ് റൂട്ട് ഉണ്ടാവും. പ്ലസ് എന്താണ്? പ്രിഫിക്സ് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. ഇങ്ങനെയായിരിക്കും ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേരുണ്ടാവുക. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും അതിനകത്ത്? ഒരു വേർഡ് എന്താണ് പറഞ്ഞത്? പ്രിഫിക്സ്, ഒരു പ്രിഫിക്സ് ഉണ്ടാവും. പ്രിഫിക്സ് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. അപ്പോൾ ഇത്രയും ചേരുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ നിയമം. അപ്പോൾ ഇനി ഈ പ്രിഫിക്സ് എന്താണെന്ന് പറയണം, വേർഡ് റൂട്ട് എന്താണെന്ന് പറയണം, സഫിക്സ് എന്താണെന്ന് പറയണം. എല്ലാം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേർഡ് റൂട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്, വേർഡ് റൂട്ട് ഇറ്റ് റെപ്രസെൻറ്റ് ദ ബേസിക് യൂണിറ്റ്. റെപ്രസെൻറ്റ് ദ ബേസിക് യൂണിറ്റ്. ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ടെന്ന്. റെപ്രസെൻറ്റ് ബേസിക് യൂണിറ്റ്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ടോട്ടൽ കാർബൺ in the compound. Carbon atoms in the compound. അതാണ് carbon atoms in the compound. കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്നാണ് ആര് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? വേർഡ് റൂട്ട് റെപ്രസെൻറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു കാർബൺ ആറ്റമേ ഉള്ളുവെങ്കിൽ ഒരു കാർബൺ ആറ്റം ഉള്ളെങ്കിൽ ആ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയാവോ? മെത്ത് എന്നായിരിക്കും. വേർഡ് റൂട്ട് എന്തായിരിക്കും? മെത്ത് എന്നായിരിക്കും. 2 കാർബൺ ഉണ്ട്, ഇങ്ങനെ സി എന്ന് പറയുന്നത് 2 കാർബൺ ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് എത്ത് എന്നായിരിക്കും. ഇനി 3 കാർബൺ ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് പ്രൊപ്പ് എന്നായിരിക്കും. ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് വേർഡ് റൂട്ട് എന്ന് മനസ്സിലായല്ലോ? അതിൻ്റെ ബേസിക് യൂണിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വേർഡ് റൂട്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ പ്രിഫിക്സ്. അപ്പോൾ പ്രിഫിക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ആദ്യം ഒരു കോമ്പൗണ്ട് അങ്ങോട്ട് എഴുതാം. ഒരു കോമ്പൗണ്ട് അങ്ങോട്ട് എഴുതിയിട്ട് ആ കോമ്പൗണ്ടിൽ അതിൻ്റെ IUPAC നെയിമും എഴുതാം. ആ നെയിമും എഴുതിയ ശേഷം ആ കോമ്പൗണ്ടിൽ പ്രിഫിക്സും സഫിക്സും വേർഡ് റൂട്ടും എല്ലാം കാണിച്ച് തന്ന് പഠിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവും. CH3 ഒരു കോമ്പൗണ്ടാണ്. CH3 CH Cl CH2 CHOH CH3. ഓക്കെ, ഇതൊരു കോമ്പൗണ്ടാണ്. ഓക്കെ, അതിങ്ങനൊരു കോമ്പൗണ്ട് ആണല്ലോ. ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം ഞാനങ്ങ് എഴുതാൻ പോവാണ്. ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഇവൻ്റെ IUPAC നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോ പെൻറ്റാൻ 2-ol. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4-chloro പെൻറ്റാൻ 2-ol എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ
ഇവിടെ ആരാണ് ഇവിടുത്തെ റൂട്ട് വേർഡ് റൂട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ ആരാണ് വേർഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ വേർഡ് റൂട്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഈ പെൻറ്റ് എന്നുള്ളതാണ് വേർഡ് റൂട്ട്. എന്താണ്? പെൻറ്റ് എന്നുള്ളതാണ് വേർഡ് റൂട്ട്. മനസ്സിലായോ? ഇവിടുത്തെ വേർഡ് റൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതുക? ഇവിടുത്തെ വേർഡ് റൂട്ട്, ഇതാണ് വേർഡ് റൂട്ട്. ഓക്കെ, വേർഡ് റൂട്ട് മനസ്സിലായല്ലോ. എത്ര കാർബൺ ഉണ്ടെന്ന് പറയുന്നതാണ് വേർഡ് റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുക. എത്ര കാർബൺ ഉണ്ടെന്ന് പറയുന്നതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേർഡ് റൂട്ട് കൊണ്ട് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വേർഡ് റൂട്ടാണ് പെൻറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ വേർഡ് റൂട്ട്. 5 കാർബൺ ഉള്ളതാണ്. ഞാൻ എഴുതി തരാം. ഓരോ കാർബണും വരുമ്പോൾ എത്ര ഉണ്ടെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേർഡ് റൂട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ബേസിക് യൂണിറ്റ് ആണ്. ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വേർഡ് റൂട്ട്. റെപ്രസെൻറ്റ് ദ ബേസിക് യൂണിറ്റ്, ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ടോട്ടൽ കാർബൺ ആറ്റംസ് ഇൻ ദ കോമ്പൗണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ പ്രിഫിക്സ്. അപ്പോൾ പ്രിഫിക്സ് ആയിട്ട് പ്രിഫിക്സ് ഉണ്ട്. ഈ പ്രിഫിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പ്രിഫിക്സിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രിഫിക്സിനെ വീണ്ടും നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി പ്രിഫിക്സ്, സെക്കൻഡറി പ്രിഫിക്സും. ആരൊക്കെയാണ്? പ്രൈമറി പ്രിഫിക്സും സെക്കൻഡറി പ്രിഫിക്സും. അപ്പോൾ ഈ പ്രൈമറി പ്രിഫിക്സ് ആരാണെന്ന് നോക്കണേ. പ്രൈമറി പ്രിഫിക്സ് ഈസ് യൂസ്ഡ് ടു represent the compound is cyclic, the compound is cyclic or not. കോമ്പൗണ്ട് സൈക്ലിക് ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? പ്രൈമറി പ്രിഫിക്സ് ഉപയോഗിക്കണം. ഓക്കെ, ഇപ്പം കോമ്പൗണ്ട് സൈക്ലിക് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഇഫ് ദ കോമ്പൗണ്ട് ഈസ് സൈക്ലിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഈ റൂട്ട് വേർഡിന് മുന്നിൽ എന്ത് എഴുതണം? സൈക്ലോ എന്ന് എഴുതണം. എന്തെഴുതണം? സൈക്ലോ എന്ന് എഴുതാം. റൂട്ട് വേർഡിന് മുന്നിൽ നമ്മൾ എന്ത് എഴുതാം? സൈക്ലോ എന്ന് എഴുതാം. കോമ്പൗണ്ട് സൈക്ലിക് അല്ല, ഇതുപോലെ ഓപ്പൺ ചെയിൻ ആണെങ്കിൽ ഒന്നും എഴുതണ്ട. ഇപ്പോൾ കോമ്പൗണ്ട് സൈക്ലിക് അല്ലെങ്കിൽ നോ മെൻഷൻ, നോട്ട് ഇഫ് ഓർ നോട്ട്. സൈക്ലിക് അല്ലെങ്കിൽ നോ മെൻഷൻ, നമ്മളൊന്നും തന്നെ പറയില്ല. നോ മെൻഷൻ. ഓക്കെ ആണല്ലോ. നോൺ മെൻഷൻ. ഓക്കെ, അപ്പം പ്രൈമറി പ്രിഫിക്സിൻ്റെ കാര്യം മനസ്സിലായല്ലോ. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ് റൂട്ടിന് മുമ്പേ എഴുതുന്നയാളെ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇവിടെ വേർഡ് റൂട്ടിന് മുമ്പേ എഴുതുന്ന 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. പ്രൈമറി പ്രിഫിക്സും ഉണ്ട്, സെക്കൻഡറി പ്രിഫിക്സും ഉണ്ട്. അപ്പം പ്രൈമറി പ്രിഫിക്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൈമറി പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കോമ്പൗണ്ട് സൈക്ലിക് ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടുത്തെ കോമ്പൗണ്ട് സൈക്ലിക് അല്ല, അതുകൊണ്ട് ഇവിടെ എന്തില്ല? ഇവിടെ വരേണ്ട. ഇവിടെ എന്താണ്? നോ പ്രൈമറി പ്രിഫിക്സ്. ഇവിടെ പ്രൈമറി പ്രിഫിക്സ് ഇല്ല. നോ പ്രൈമറി പ്രിഫിക്സ്. കാരണം അവിടെ പ്രൈമറി പ്രിഫിക്സ് ഇല്ല. കാരണം എന്താണ്? കോമ്പൗണ്ട് സൈക്ലിക് ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ പ്രൈമറി പ്രിഫിക്സ് ഉപയോഗിക്കുന്നത്. സൈക്ലിക് ആണെങ്കിൽ സൈക്ലോ എന്ന് മുമ്പേ എഴുതും. പക്ഷേ ഇവിടെ സൈക്ലിക് അല്ല, കോമ്പൗണ്ട് സൈക്ലിക്കേ അല്ലടോ. അപ്പോൾ നമ്മൾ എന്തെഴുതി? ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഇനി നമുക്ക് നോക്കാം സെക്കൻഡറി പ്രിഫിക്സ്. റെപ്രസെൻറ്റ് സെക്കൻഡറി പ്രിഫിക്സ് ആരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ റെപ്രസെൻറ്റ് സബ്സ്റ്റിറ്റ്യുവൻസ്. അപ്പോൾ സെക്കൻഡറി പ്രിഫിക്സ് ആരെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? സബ്സ്റ്റിറ്റ്യുവൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആൽക്കൈൽ ഗ്രൂപ്പ്. എക്സാമ്പിൾ റെപ്രസെൻറ്റ് ആൽക്കൈൽ റെപ്രസെൻറ്റ് സബ്സ്റ്റിറ്റ്യുവൻസ്. ദാറ്റ് ഈസ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവരെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആൽക്കൈൽ ഗ്രൂപ്പ് ഹാലജൻസ് എക്സെട്ര. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പ് ഹാലജൻസ്. അതായത് നമ്മുടെ ഇവിടെ ഞാൻ ഇതാണ്ടിത്
ഇവിടെ നമ്മുടെ ഞാൻ ഈ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ പേരൻറ്റ് ചെയിൻ. ഈ പേരൻറ്റ് ചെയിനിലേക്ക് നിങ്ങൾ സപ്പോസ് ചെയ്യുക ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂവൻറ്റ്. ഇവരെ നമ്മൾ എന്ത് വിളിക്കും? സബ്സ്റ്റിറ്റ്യൂവൻറ്റ് എന്ന് വിളിക്കും. ഇവനെ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെ അറ്റാച്ച് ചെയ്തൊരു, അതായത് നമ്മുടെ പേരൻറ്റ് ചെയിനിലേക്ക്, പേരൻറ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനെയാണ് നമ്മൾ പേരൻറ്റ് ചെയിൻ എന്ന് വിളിക്കുന്നത്. അടുത്ത റൂളിൽ നമ്മളത് പഠിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുക. അപ്പം ഈ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനെ നമ്മൾ പേരൻറ്റ് ചെയിൻ എന്ന് വിളിക്കും. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? വേർഡ് റൂട്ട് റെപ്രസെൻറ്റ് ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ കോമ്പൗണ്ട്, ദാറ്റ് ഈസ് പേരൻറ്റ് ചെയിൻ. കൂടി നിങ്ങൾ എഴുതി വെച്ചോ, പേരൻറ്റ് ചെയിൻ അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ചെയിൻ ആണത്. ഓക്കെ, അപ്പം ആ ലോങ്ങസ്റ്റ് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മറ്റ് ചെറിയ ചെറിയ കാർബൺ കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കും സബ്സ്റ്റിറ്റ്യൂവൻസ് എന്ന് വിളിക്കും. ആ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാലജൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹാലജൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹാലജൻസ് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾ എഴുതി വെച്ചോ അവിടെ. ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയോഡിൻ, ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാലജൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, പ്രൈമറി പ്രിഫിക്സ് സൈക്ലിക് ആണോ അല്ലയോ എന്ന് പറയുന്നു. സെക്കൻഡറി പ്രിഫിക്സ് എന്ത് പറയുന്നു? റെപ്രസെൻറ്റ് സബ്സ്റ്റിറ്റ്യൂവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരൻ്റ് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പ്സിനെയും അല്ലെങ്കിൽ ഹാലജൻസിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡറി പ്രിഫിക്സ് ആയിട്ട് ഹാലജൻ ഒന്നും ഇവിടെ ഇല്ല. സെക്കൻഡറി പ്രിഫിക്സ് ആയിട്ട് നമ്മുടെ ഈ കോമ്പൗണ്ടിൽ ഹാലജൻസ് ഒന്നും ഇല്ല. പകരം ആരേ ഉള്ളൂ? നമ്മുടെ ഈ കോമ്പൗണ്ടിൽ പകരം ആരേ ഉള്ളൂ? നമ്മുടെ സെക്കൻഡറി പ്രിഫിക്സ് ആയിട്ട് ഇവിടെ ഉള്ള ആരെ കണ്ടോ? സെക്കൻഡറി പ്രിഫിക്സ് ആയിട്ടുള്ള ആളെ ഞാൻ എന്താണ്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടുത്തെ സെക്കൻഡറി പ്രിഫിക്സ് ആരാണ്? ഇവിടുത്തെ സെക്കൻഡറി പ്രിഫിക്സ് എന്ന് പറയുന്നത് ഈ ക്ലോറോ എന്ന് എഴുതിയിരിക്കുന്നതാണ് സെക്കൻഡറി പ്രിഫിക്സ്. ക്ലോറോ എന്ന് എഴുതിയിരിക്കുന്നത് എന്ത് പറയാം? സെക്കൻഡറി പ്രിഫിക്സ്. ക്ലിയർ ആയോ? ഇവിടെ പ്രൈമറി പ്രിഫിക്സ് ഇല്ല. ക്ലോറോ എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? സെക്കൻഡറി പ്രിഫിക്സ് ആണ്. കാരണം എന്താണ്? കാരണം സെക്കൻഡറി പ്രിഫിക്സ് എന്ന് പറയുന്ന ആള് ഒന്നുകിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഹാലജൻസ് ആയിരിക്കാം. ഇനി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് സഫിക്സിനെ കുറിച്ചാണ്. അപ്പോൾ സഫിക്സിനെ കുറിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ സഫിക്സ് എന്ന് പറഞ്ഞാൽ സഫിക്സും രണ്ട് തരത്തിലുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇത്രയും ഭാഗം ഒന്ന് മായ്ക്കുകയാണ്. ബോർഡിലെ സ്ഥലപരിമിതി കൊണ്ടാണ്. നിങ്ങളിതെല്ലാം കൂടെ ഒരൊറ്റ പേപ്പർ തന്നെ എഴുതി വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മായ്ച്ച് കളയുകയാണ്. ഓക്കെ, അപ്പം എഴുതിക്കോ. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ പേര് നമുക്കൊന്നുകൂടെ എഴുതിയിട്ടേക്കാം. നമ്മുടെ കോമ്പൗണ്ടിൻ്റെ പേരൊന്നുകൂടെ ഞാൻ എഴുതിയിടുകയാണ്. അപ്പം പേരെന്തായിരുന്നു? 4-ക്ലോറോ പെൻറ്റാൻ 2 ഓൾ. നേരത്തെ ഞാൻ 1 ഓൾ എന്നാണെന്ന് എഴുതിയിരുന്നത് തോന്നും. 2 ഓളാണേ. ആ നമ്പറിംഗ് ഒക്കെ നമുക്ക് പിന്നീട് പറയാം. 2 ഓൾ, പെൻറ്റാൻ 2 ഓൾ. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെക്കുറിച്ചാണ്? സഫിക്സിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ സഫിക്സ് രണ്ട് തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സഫിക്സും എന്തുണ്ട്? സഫിക്സും രണ്ടായിട്ടുണ്ട്. പ്രൈമറി ഉണ്ട്. സഫിക്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു രണ്ട് തരത്തിലാണ് സഫിക്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? സഫിക്സിനെ രണ്ടെണ്ണം ഉണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അപ്പം പ്രൈമറി സഫിക്സ്. അപ്പോൾ പ്രൈമറി സഫിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് whether the compound is saturated or not. സാച്ചുറേറ്റഡ് ആണോ അല്ലയോ, കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? പ്രൈമറി സഫിക്സ്. അപ്പോൾ കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണെങ്കിൽ എന്താണ്? കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? ഓൺലി കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളെങ്കിൽ കോമ്പൗണ്ട് എന്തായിരിക്കും ഇവിടെ? കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണ്. ദാറ്റ് ഈസ് ഓൺലി കാർബൺ സിംഗിൾ ബോണ്ട്, ഓൺലി CC സിംഗിൾ ബോണ്ട്. അപ്പം പ്രൈമറി സഫിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ANE.
ANE. ആടോടെ ANE ഉപയോഗിക്കും. റൂട്ട് വേർഡിൻ്റെ കൂടെ നമ്മൾ ANE ഉപയോഗിക്കും. ഇനി കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ റൂട്ട് വേർഡിൻ്റെ കൂടെ എന്തുപയോഗിക്കും? ഇവിടെ ENE ഉപയോഗിക്കും. റൂട്ട് വേർഡിൻ്റെ കൂടെ ENE ഉപയോഗിക്കും. ഇനി കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ റൂട്ട് വേർഡിൻ്റെ കൂടെ എന്തുപയോഗിക്കും? YNE ഉപയോഗിക്കും. YNE ഉപയോഗിക്കും. കാർബൺ കാർബൺ ഇത് നിങ്ങൾ എഴുതി വെക്ക്. നിങ്ങൾ ഓരോന്നും എഴുതി വെക്ക്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടുത്തെ നമ്മുടെ റൂട്ട് വേർഡ് ഏതായിരുന്നു? പെൻഡ് അല്ലായിരുന്നോ? ഇവിടുത്തെ നമ്മുടെ റൂട്ട് വേർഡ് പെൻഡ് ആയിരുന്നേ. നമ്മുടെ റൂട്ട് വേർഡ് പെൻഡ് ആയിരുന്നേ. പെൻഡിൻ്റെ കൂടെ AN ആണല്ലോ നമ്മൾ ഉപയോഗിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, ഇവിടെ നോക്കിയേ, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളടേ. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമല്ല ഉള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ AN ഉപയോഗിച്ച് നമ്മൾ നമ്മൾ എക്സ്പെൽ ചെയ്യും. എക്സ്പെൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സഫിക്സ് വരുമ്പോൾ നമ്മൾ എക്സ്പെൽ ചെയ്യും. സെക്കൻഡറി സഫിക്സ് ഇല്ലെങ്കിൽ കൂടെ ചേർത്ത് എഴുതും. അപ്പോൾ ഇവിടെ സെക്കൻഡറി സഫിക്സ് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ എക്സ്പെൽ ചെയ്യും. അങ്ങനെയാണ് AN വന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ നമ്മൾ എന്ത് വിളിക്കാം? പ്രൈമറി സഫിക്സ് എന്ന് വിളിക്കാം. പ്രൈമറി സഫിക്സ്. അപ്പോൾ നമ്മുടെ ഇതെന്താണ്? നമ്മുടെ പ്രൈമറി AN എന്നുള്ളത് പ്രൈമറി സഫിക്സ് ആണ്. ഓക്കെ, പ്രൈമറി സഫിക്സ്. അപ്പോൾ ഇനി പ്രൈമറി സഫിക്സ് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. കാർബൺ കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന്. സാച്ചുറേറ്റഡ് ആണെങ്കിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ ANE. ഇനി ഡബിൾ ബോണ്ട് വെച്ചാണ് അൺസാച്ചുറേറ്റഡ് ആയിരിക്കുന്നതെങ്കിൽ എന്ത് വരും? ENE വരും. ഇനി ട്രിപ്പിൾ ബോണ്ട് കൊണ്ടാണ് അവൻ്റെ അൺസാച്ചുറേഷനിൽ ഏത് വരും? YNE വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡറി സഫിക്സിലേക്ക് പോകുന്നു. സെക്കൻഡറി സഫിക്സ് നോക്കിയേ. സെക്കൻഡറി സഫിക്സ് എന്തായിട്ട് വരും? സെക്കൻഡറി സഫിക്സ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് റെപ്രസെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. റെപ്രസെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന്. ഫങ്ഷണൽ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആരെ ഉപയോഗിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ആരെ ഉപയോഗിക്കുന്നു? നമ്മൾ സെക്കൻഡറി സഫിക്സ് യൂസ് ചെയ്യുന്നു. സെക്കൻഡറി സഫിക്സ് യൂസ് ചെയ്യുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാടെ? ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓൾ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സെക്കൻഡറി സഫിക്സ്. അതായത് ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഓൾ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കാർബണിനകത്ത് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ അല്ലാത്ത ആറ്റത്തിനെയോ മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. ദ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഓർ മോളിക്യൂൾ അറ്റാച്ച്ഡ് അതർ ദാൻ ഹൈഡ്രജൻ ടു ദ കാർബൺ ഈസ് കാൾഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ അല്ലാത്ത മറ്റൊരു ഗ്രൂപ്പിനെയോ ആറ്റത്തിനെയൊക്കെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. പക്ഷേ നമ്മൾ ക്ലോറിനെയും ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നല്ല വിളിക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ടാണ് വിളിക്കുന്നത്. IUPAC റൂളാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ IUPAC നോമൻക്ലേച്ചറിലെ പ്രാഥമിക ഘട്ടം. ഇനി കുറച്ച് വേറെ റൂൾസ് കൂടെ ഉണ്ട്. ആ റൂൾസ് കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ നെയിമിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു പ്രിഫിക്സ് ഉണ്ടായിരിക്കും, വേർഡ് റൂട്ട് ഉണ്ടായിരിക്കും, സഫിക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ പേരൻ്റ് ചെയിൻ, അതായത് എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നുള്ള ഉപയോഗിക്കാൻ വേണ്ടിയാണ് പേരൻ്റ് ചെയിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്? രണ്ടാമത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രിഫിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ 2 പ്രിഫിക്സ് ഉണ്ട്. പ്രൈമറി പ്രിഫിക്സും ഉണ്ട്, സെക്കൻഡറി പ്രിഫിക്സും ഉണ്ട്. പ്രൈമറി പ്രിഫിക്സ് എന്തിനാണ് പറയുന്നത്? കോമ്പൗണ്ട് സൈക്ലിക് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് പറയുന്നത്, അല്ലേ? അപ്പം കോമ്പൗണ്ട് സൈക്ലിക് ആണെങ്കിൽ സൈക്ലോൺ ഉണ്ടാവും. കോമ്പൗണ്ട് സൈക്ലിക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മെൻഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനി എന്താണ് പറയുന്നത്? സഫിക്സ് ആണ്. സഫിക്സും പ്രൈമറി സഫിക്സും ഉണ്ട്, സെക്കൻഡറി സഫിക്സും ഉണ്ട്, അല്ലേ? അപ്പോൾ പ്രൈമറി സഫിക്സ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സാച്ചുറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും, ANE വെച്ചായിരിക്കും റൂട്ട് വേണ്ടിയുടെ കൂടെ നമ്മൾ ANE എന്ന് ചേർത്തെഴുതും. ഇനി ഡബിൾ ബോണ്ട് പ്രസൻറ്റ് ഉണ്ടെങ്കിൽ എന്തെഴുതും? അതിൻ്റെ കൂടെ ENE ചേർത്തെഴുതും. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ റൂട്ട് വേണ്ടിൻ്റെ കൂടെ YNE ചേർത്തെഴുതും. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇനി അത് കഴിഞ്ഞ് സെക്കൻഡറി സഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ കാർബണിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതാണ്. ഓക്കെ ആണല്ലോ.